നഗരത്തിൽ അന്തിയുറങ്ങുന്നവർക്ക് ഭക്ഷണവും ഓണക്കോടിയും വിതരണം ചെയ്തു. കായംകുളം വിശ്വകർമ്മ സേവാ സമാജമാണ് ഓണസദ്യയും ഓണക്കോടിയും നൽകിയത്. കായംകുളം വിശ്വകർമ്മ സേവാ സമാജമാണ് നഗരത്തിൽ അന്തിയുറങ്ങുന്നവർക്ക് ഓണസദ്യയും ഓണക്കോടിയും നൽകിയത്. സേവാ സമാജം പ്രസിഡന്റ് പുളിയറ വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ഒട്ടനവധി ദുരന്തങ്ങളാണ് ഈ അടുത്ത കാലത്തായിട്ടുണ്ടായിട്ടുള്ളത്. വെള്ളപ്പൊക്കവും അനുബന്ധ ദുരിതങ്ങളും അതൊക്കെ അവർ മാറ്റിവെച്ചുകൊണ്ട് അവരുടെ ഈ ഓണം, ഈ പൊന്നോണം ആഘോഷിക്കുവാനായിട്ട് ലോകമെങ്ങുമുള്ള മലയാളി തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഉത്രാട ദിനത്തിന് കഴിഞ്ഞ 7 വർഷമായിട്ട് കായംകുളം വിശ്വകർമ്മ സേവാ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഈ പുതിയടത്തപ്പൻ്റെ തിരുനടയിൽ നമ്മുടെ പട്ടണത്തിൽ അന്തിയുറങ്ങുന്ന ആളുകൾക്ക് ഭക്ഷണവും ഒരു നേരത്തെ ഭക്ഷണവും വസ്ത്രവും കൊടുക്കുന്ന ചടങ്ങ് ഈ വർഷവും തെറ്റിക്കാതെ നടത്തുവാൻ സാധിച്ചു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുണ്യകർമ്മമായിട്ടാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. കാരണം നമ്മുടെ പട്ടണത്തിൽ അന്തിയുറങ്ങുന്ന ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണം, നാളെ ഓണത്തിന് ഒരുങ്ങുവാനുള്ള വസ്ത്രവും കൊടുക്കുക എന്നുള്ളത് അതൊരു ഭാഗ്യവും ഒരു പുണ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. കാരണം ഇവരെ, നമ്മുടെ സഹോദരങ്ങളെ, അവരെ നമ്മളോടൊപ്പം ചേർത്ത് പിടിക്കേണ്ടതാണ്. അവർക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കേണ്ടതാണ്. പക്ഷേ ഈ ദിവസം, അതിൻ്റെ ഒരു പരമപ്രധാനമായ ദിവസം, ഈ ഓണ ദിവസം അവരെ ചേർത്ത് പിടിപ്പിക്കുവാനായിട്ടുള്ള ഒരു ശ്രമമാണ് കഴിഞ്ഞ 7 വർഷമായി ഞങ്ങൾ നടത്തി വരുന്നത്. അത് ഒരു ചടങ്ങ്, ഒരു ഔപചാരിക ചടങ്ങ് എന്നുള്ളത് മാത്രമല്ല, ഇത് അവരുടെ ഒരു നേരത്തെ ആഹാരത്തിൻ്റെയും ഒരു ദിവസത്തെ ഒരു തിരുവോണത്തിൻ്റെ നമ്മളോടൊപ്പം ആഘോഷിക്കുവാനുള്ള, നമ്മളോടൊപ്പം പുതുവസ്ത്രം ധരിച്ചുകൊണ്ട് ഈ നാടിനൊപ്പം സഞ്ചരിക്കേണ്ട ആളുകളാണ്. നിർഭാഗ്യവശാൽ അവർക്ക് തന്നെ സാധിക്കുന്നില്ല. സാധിക്കാത്തത് കൊണ്ട് അവരെ ചേർത്ത് പിടിപ്പിക്കുക എന്നാൽ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഈ ദൗത്യം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വി രമേശ്, വേണുഗോപാലനാചാരി, സുശീല മനോഹർ, ഉല്ലാസ് ശ്രീരാമൻ, സി കുമരേശൻ, പി ഹരിഹരൻ, എൻ രമേശ്, മനോജ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ കായംകുളം പട്ടണപ്രദേശത്ത് അന്തിയുറങ്ങുന്ന അന്തേവാസികൾക്ക് കഴിഞ്ഞ കുറേ വർഷക്കാലങ്ങളായി ഞങ്ങളെ വിശ്വകർമ്മ സേവാ സമാജത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്, ഞങ്ങളുടെ പ്രവർത്തന ഭാഗമായിട്ട് ഞങ്ങൾ ഈ അന്തിയുറങ്ങുന്ന അന്തേവാസികൾക്ക് ഭക്ഷണവും വസ്ത്രവും കൊടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കഴിഞ്ഞ വർഷക്കാലം 7-8 വർഷമായിട്ട് ഞങ്ങൾ ഇത് നടത്തിക്കൊണ്ട് വരുന്നു. പുതിയടത്തപ്പൻ്റെ സന്നിധിയിൽ വെച്ചാണ് ഞങ്ങളിതെല്ലാം നടത്തിക്കൊണ്ട് വരുന്നത്. പിന്നെ ഇന്നത്തെ ഉത്രാട ഊണും ഭക്ഷണവും കഴിഞ്ഞിട്ട് അവർ നാളെ തിരുവോണത്തിനന്ന് പുതിയ വസ്ത്രം ധരിക്കണമെന്നുള്ളൊരാഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വിശേഷം ഇവിടെ ആഘോഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം.